നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാള സിനിമയുടെ ചരിത്രം പറയുന്ന ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും എൻ്റെ കൈവശമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കുട്ടിക്കാലം മുതൽ സിനിമയുമായി ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വാങ്ങി സൂക്ഷിക്കുന്നതിനാലാകണം പഴയകാല ശേഖരങ്ങൾ നിധി പോലെ ഞാനിന്നും സൂക്ഷിക്കുന്നത്. തൃശ്ശൂർ എന്നല്ല പറയണ്ട, തൃശ്ശൂർ പേരൂർ മംഗളോദയം പ്രസ് 1968 ഒക്ടോബറിൽ ഞാനോ നിങ്ങളോ ജനിച്ചിരിക്കാൻ സാധ്യതയില്ല 2 വോള്യമായി 1000 പുസ്തകം ഇറക്കി 384 പേജ് വീതമുള്ള 90 സിനിമാ നിരൂപണങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. മാതൃഭൂമിയിൽ സിനിമ റിവ്യൂ ചെയ്യുമായിരുന്ന സിനിക്കിൻ്റെ നിരൂപണങ്ങളായിരുന്നു ഈ പുസ്തകത്തിൽ. ബാലൻ മുതൽ ചെമ്മീൻ വരെ. നമ്മുടെ തിരക്കഥാകൃത്തായ ജോൺ പോൾ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അങ്കിൾ പഠിച്ച പടി 18 നോക്കിയിട്ടും ഈ പുസ്തകം ഒന്ന് തടമോനെ, ഞാനൊന്ന് കാണട്ടെ, വായിച്ചിട്ട് തിരിച്ചു തരാം, ഉറപ്പായിട്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. പുസ്തകം ഇറങ്ങിയ 1968 6 രൂപയാണ് ഇതിൻ്റെ വില. 6000 രൂപ തന്നാലും ഞാൻ കൊടുക്കില്ല ഈ പുസ്തകം. മലയാള സിനിമയിലെ ചൈതന്യങ്ങൾ എന്ന വിദ്യാർത്ഥി മിത്രം കോട്ടയം ഇറക്കിയ മലയാള നാടിൻ്റെ എഡിറ്ററായിരുന്ന VS നായരുടെ ഒരു പുസ്തകമുണ്ട്. 1980 ഇറങ്ങിയതാണ്. 230 പേജുകളിലായി ഉർവശി ശോഭ വരെയുള്ള, അല്ലെങ്കിൽ പ്രേം നസീർ മുതൽ ഉർവശി ശോഭ വരെയുള്ള 26 പേരെ അദ്ദേഹം നേരിട്ട് കണ്ട് നടത്തിയ അഭിമുഖമാണ് ഈ പുസ്തകത്തിൽ. 25 രൂപയാണ് 46 വർഷം മുമ്പ് ഈ പുസ്തകത്തിൻ്റെ വില. നമ്മളെ JC ഡാനിയലിനെ അടക്കം കണ്ടെത്തിയ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ, എൻ്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ മാമൻ, മലയാള സിനിമ ചരിത്രം വിചിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മധു വൈപ്പനയുടെ സിനിമയ്ക്കുള്ള സിനിമ, M ജയരാജിൻ്റെ മലയാള സിനിമ പിന്നിട്ട വഴികൾ, വൈപ്പനയുടെ തന്നെ ഗന്ധർവ ലോകം തുടങ്ങി കിട്ടാവുന്നത്ര സിനിമാ പുസ്തകങ്ങൾ വില നോക്കാതെ വാങ്ങി സൂക്ഷിക്കുന്നവനാണ് ഞാൻ. ആ ശീലം നാളെ വാട്സാപ്പ് വരും, ഫേസ്ബുക്ക് വരും, യൂട്യൂബ് വരും, ഞാൻ യൂട്യൂബ് തുടങ്ങും, അതുകൊണ്ട് ഞാൻ ജീവിക്കും എന്നതുകൊണ്ടല്ല. അന്നങ്ങനെ ഞാൻ സിനിമയെ സ്നേഹിച്ചിരുന്നു. ഇന്നും സിനിമയോടുള്ള ആ സ്നേഹം തുടരുന്നു. ഞാൻ സിനിമക്കാരനാണല്ലോ ഇപ്പോഴും, കാരണം സിനിമ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് സിനിമ മാത്രമാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ സിനിമ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇതെല്ലാം വാങ്ങി സൂക്ഷിക്കണമെന്നൊന്നും വിചാരിച്ചതല്ല, കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചില്ലല്ലോ. നമസ്കാരം. രസകരമായ, അധികമാർക്കും അറിയാത്ത ഒരാളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സിനിമ തുടങ്ങിയത് പത്രപ്രവർത്തകനായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രശസ്തരായ പ്രഗത്ഭരായ പത്രപ്രവർത്തകരുമായി നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു, ജീവിച്ചിരിക്കുന്നവരോടൊക്കെ. അവരിൽ സിനിമാ പത്രപ്രവർത്തന രംഗത്ത് പേരെടുത്തവരെല്ലാം എൻ്റെ പരിചിതരായിരുന്നു. തിരക്കഥാകൃത്തും കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയി മാറിയ വിജയൻ കാരോട്ട്, മർമരത്തിൻ്റെയൊക്കെ കഥ എഴുതിയ അദ്ദേഹമാണ്. VK ഹംസ ഇപ്പോൾ കോഴിക്കോട്ട് ജീവിച്ചിരിപ്പുണ്ട്. TH കോടമ്പുഴ, ഹരി നീണ്ടകര, മധു വൈപ്പന, നമ്മുടെ രത്നകുമാർ എന്ന പല്ലിശ്ശേരി, KC മധു, കള്ളിക്കാട് രാമചന്ദ്രൻ, ദേവസ്വകുട്ടി മുടിക്കൻ, A സഹദേവൻ, നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്തനായ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയ പഴയ സിനിമാ പത്രപ്രവർത്തകൻ രഞ്ജി പണിക്കർ, PK ശ്രീനിവാസൻ, CN കൃഷ്ണൻകുട്ടി തുടങ്ങി പത്രപ്രവർത്തകരുമായി, സിനിമാ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്നവരുമായി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇവരിൽ മധു വൈപ്പനയോട് ആരാധന കലർന്ന പ്രത്യേക സ്നേഹവും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മധുസാറിനെ കുറിച്ചാണല്ലോ ചെയ്തത്. പത്രപ്രവർത്തകൻ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ദിശ മാറ്റിവിടാൻ എന്നെ പഠിപ്പിച്ചത് വൈപ്പനയായിരുന്നു. കാർക്കശ്യമായ സമീപനമുള്ള മനുഷ്യനെ എങ്ങനെ മെരുക്കാം എന്ന ശൈലി പഠിക്കാനായത് ബാലചന്ദ്ര മേനോൻ എന്ന പത്രപ്രവർത്തകൻ്റെ നാനയിലെയും രംഗത്തിലെയും റിപ്പോർട്ട് ചെയ്തിരുന്ന എഴുത്തുകൾ വായിച്ചാണ് ഞാൻ.
ഒരു വിഷയം പറഞ്ഞത് കേട്ടിട്ട് അത് നേരിൽ കണ്ടതുപോലെ എഴുതുന്ന ആളായിരുന്നു എൻ്റെ സുഹൃത്തായ പല്ലിശ്ശേരി. സിനിമാ രംഗത്തുള്ളവരെല്ലാം നല്ലവരാണെന്ന ശൈലിയിൽ എഴുതുന്നവരായിരുന്നു ടി കെ ഹംസയും ടി എച്ച് കോടമ്പുഴയും. ഇങ്ങനെ ഓരോരുത്തർക്കും വിഭിന്ന സ്വഭാവമായിരുന്നു. ഇവർക്കാർക്കും മധു വൈപ്പനയുടെ തീഷ്ണത പേനയിൽ നിറച്ച മഷിയിലില്ലായിരുന്നു. ഈ പ്രോഗ്രാം കാണുന്നവരിൽ വൈപ്പനയുടെ എഴുത്തുകൾ വായിച്ചിട്ടില്ലാത്തവർ അദ്ദേഹത്തിൻ്റെ ഗന്ധർവ ലോകം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയ പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ ഏൽക്കാതെ പോയ ചുരുക്കം മലയാള സിനിമാക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ എഴുതുമായിരുന്നു. അവർ ജീവിതത്തിൽ ആ മാന്യത പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് തൻ്റെ സുഹൃത്തായ ശ്രീകുമാരൻ തമ്പിക്കാണ്. തമ്പി സാറിനെ കുറിച്ച് വൈപ്പന എഴുതിയത് വായിച്ചാൽ സമർപ്പണം നടത്തിയത് വെറുതെ അല്ല എന്ന് നമുക്ക് ബോധ്യമാവും. നസീർ സാറിനെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ചുരുക്കമെന്നല്ല ഒരേ ഒരാൾ വൈപ്പനയാണ്. പ്രേം നസീർ എന്ന സിനിമാക്കാരനെ, അദ്ദേഹത്തിൻ്റെ കൗശലത്തെ വിമർശിച്ച ആളായിരുന്നു വൈപ്പന. ഒരു വിഗ്രഹ ഭഞ്ജകൻ എന്ന് പറയാം. ഒരു മനുഷ്യനായി കാണാത്ത ഗന്ധർവനെ പോലെ മലയാളി കാണുന്ന തന്നെ ഒരുത്തൻ മാത്രം വിമർശിക്കുകയും അത് അത്രയേ ഉള്ളൂ എന്നും അദ്ദേഹം കരുതിയിരുന്നു. ഒന്നാം നിരയിലുള്ള പ്രസിദ്ധീകരണത്തിൽ നാനയിൽ മധുവൈപ്പൻ എഴുതുന്നത് അടിച്ചു വരുമ്പോൾ രോഷം തോന്നുക സ്വാഭാവികം. കാരണം എല്ലാവരും എന്നെ ഗന്ധർവനായി കാണുമ്പോൾ ഞാനൊരു കിങ്കരനാണ് എന്ന് വൈപ്പന എഴുതുമ്പോൾ ദേഷ്യം വരിക സ്വാഭാവികമാണ്. ആ ദേഷ്യത്തെ തങ്ങളുടെ ഗുണത്തിനായി ഉപയോഗിക്കാനിറങ്ങിയ ചില സിനിമാ ചട്ടമ്പികൾക്ക് അത് നന്നായി ഉപയോഗിക്കാനുമായി. അപ്പോൾ വൈപ്പനയുടെയും വാശി കൂടി. 300 പടം താൻ അഭിനയിച്ച് കഴിഞ്ഞു എന്ന രഹസ്യം പുറത്തുവിട്ട നസീറിനെയും 300 പടമായത് വെച്ച് വിശേഷാൽ പതിപ്പുകൾ ഇറക്കിയ പത്രങ്ങളെയും കളിയാക്കിക്കൊണ്ട് തെളിവ് സഹിതം തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ചേർത്ത് 272 പടങ്ങളെ റിലീസായുള്ളൂ. ഇനിയും 38 സിനിമകൾ കഴിഞ്ഞിട്ട് ആഘോഷിക്കേണ്ടത് അഡ്വാൻസായി ചെയ്യുകയാണോ എന്നതടക്കം എഴുതുക മാത്രമല്ല മറ്റെല്ലാ സിനിമാ പത്രങ്ങൾക്കും അഭിമുഖം കൊടുത്ത പ്രേം നസീറിൻ്റെ അഭിമുഖമോ പിന്തുണയോ ഇല്ലാതെ നസീർ സ്പെഷ്യലിനുള്ള ലേഖനങ്ങൾ മദ്രാസിലെ സിനിമാക്കാരിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് അതുപയോഗിച്ചുകൊണ്ട് ഞാൻ ഇറക്കിയ ഖ്യാതി പോലും, ഒരു വിശേഷ പതിപ്പ് ഇറക്കിയ നസീർ സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇറക്കിയ അതിൻ്റെ ഖ്യാതി പോലും ഒരു മധു വൈപ്പനയ്ക്ക് മാത്രം സ്വന്തമാണ്. ഇങ്ങനെയുള്ള മധു വൈപ്പന ഒരു നടിയെപ്പറ്റി നല്ലത് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ, എഴുതിയിട്ടേ ഉള്ളൂ. അവരാണെങ്കിൽ കുറച്ച് സിനിമകളിൽ അഭിനയിച്ച ശേഷം ഒരു തമിഴിലെ ഒരു വലിയ വ്യവസായിയെ വിവാഹം കഴിച്ച് സിനിമ വിട്ടു എന്ന് മാത്രമല്ല, സിനിമാക്കാരുമായുള്ള ബന്ധം തന്നെ അവരുപേക്ഷിച്ചു. അങ്ങനെ പോയവരായിരുന്നു അവർ. അവരുടെ പേരാണ് ഉഷാ നന്ദിനി. എത്ര പേർക്കറിയാം ഉഷാ നന്ദിനി എന്ന ഒരു കാലത്തെ സിനിമാ നായികയെ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ സിന്ധുവിനോടൊക്കെ ചോദിച്ചപ്പോൾ ഉഷാ നന്ദിനിയെ അറിയില്ല. ഓളവും തീരത്തിലെ നായികയാണ് എന്ന് പറഞ്ഞപ്പോഴും ആണോ എന്ന് ചോദിച്ചു. കാരണം ഓളവും തീരത്തിലെ നായിക പോലും മനസ്സിൽ നിൽക്കുന്നില്ല. അടുത്ത എപ്പിസോഡ് ആരെക്കുറിച്ചാകാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ മുന്നിൽ മരിച്ച 3 പേരെ പറ്റി ഞാനൊരു ആർട്ടിക്കിളാണല്ലോ ചെയ്തിരുന്നത്. എൻ്റെ അമ്മ, മണ്ണാറക്കൈ ബേബി, മധുവൈപ്പന. അപ്പോൾ അതിൽ മധുവൈപ്പന എനിക്ക് തന്ന സ്വകാര്യ ആൽബം, മധുസാറിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ആ പേജുകൾ മറയ്ക്കുമ്പോൾ അതിൽ പലയിടത്തും ഉഷാ നന്ദിനിയുടെ അദ്ദേഹവുമായിരിക്കുന്ന ഫോട്ടോകളുണ്ട്. 1951 നവംബർ 9 ഉഷാ നന്ദിനി തിരുവനന്തപുരത്ത് കമലേശ്വരം എന്ന സ്ഥലത്ത് ജനിച്ചു. അച്ഛൻ KG രാമൻപിള്ള, അമ്മ സരസ്വതി അമ്മ. വ്യവസായിയായ S മാരിയപ്പനാണ് ഭർത്താവ്. 3 പെൺമക്കൾ. 3 പേരുടെയും പേരെനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അവരൊക്കെ കുടുംബമായി ജീവിക്കുകയല്ലേ. 1975 ഒക്ടോബർ 5
MT എഴുതി A. വിൻസെൻ്റ് സംവിധാനം ചെയ്ത നഗരമേ നന്ദിയിലൂടെയാണ് ഉഷാ നന്ദിനി ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്. ശോഭന പരമേശ്വരൻ നായരായിരുന്നു രൂപവാണിയുടെ ബാനറിൽ ചിത്രം നിർമ്മിച്ചത്. ഭാരതി എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര്. PN മേനോൻ 1970 സംവിധാനം ചെയ്ത MTയുടെ ഓളവും തീരവും എന്ന സിനിമയിലെ നബീസ എന്ന കഥാപാത്രത്തിലൂടെ അവർ ശ്രദ്ധേയയായി. അങ്ങനെ ഉഷാ നന്ദിനി പോപ്പുലറുമായി. ആ വർഷത്തെ മികച്ച ചിത്രത്തിലുള്ള സംസ്ഥാന അവാർഡ് നേടി ഓളവും തീരവും. പിന്നീട് സംവിധായകനായി മാറിയ PA ബക്കറായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. ഈ ഓളവും തീരത്തിലെ ഛായാഗ്രഹണത്തിലൂടെ മങ്കട രവിവർമ്മ മികച്ച ഛായാഗ്രാഹകനുമായി സംസ്ഥാന അവാർഡ് നേടി. തിരക്കഥ എഴുതിയ MTക്കും കിട്ടി മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ്. ഉഷാ നന്ദിനിയെക്കുറിച്ച് മധുവയ്പ്പന പറയുന്നത്, മിക്കവാറും എല്ലാ നടീനടന്മാരും എനിക്ക് പരിചയമുണ്ട്, പക്ഷേ ഉഷാ നന്ദിനിയോടുള്ള അടുപ്പം മറ്റാരും എന്നോട് കാണിക്കാറില്ല എന്നാണ്. നായികമാരുൾപ്പെടെ മറ്റ് നടികൾക്കില്ലാത്ത വളരെയേറെ ഗുണങ്ങൾ ഉഷയ്ക്കുണ്ടായിരുന്നു എന്നാണ് മധുസാർ പറയാറ്. മനോഹരമായ പൂക്കൾ വികസിക്കാത്ത തുളസി ചെടിയെ നാം നടുമുറ്റത്ത് നടുന്നില്ലേ? കമർപ്പാണെങ്കിലും ഞാവൽപ്പഴം തിന്നാൻ നമുക്കിഷ്ടമാണല്ലോ. 12 വർഷം കൂടുമ്പോൾ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞു പോലെയായിരുന്നു ഉഷാ നന്ദിനി എന്നാണ് മധുസാറ് ഉഷാ നന്ദിനിയെ വിലയിരുത്തുന്നത്. കൃഷ്ണതുളസിയെ പോലെ, ഞാവൽപ്പഴത്തെ പോലെ, നീലക്കുറിഞ്ഞിയെ പോലെയൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്പം ഇരുണ്ട നിറത്തിൽ ആരെയും പെട്ടെന്ന് ആകർഷിക്കാത്ത ഒരു ശാന്ത പ്രകൃതക്കാരിയായിരുന്നു മധുവയ്പ്പന പറയുന്നത് ഉഷാ നന്ദിനിയെ. കോടമ്പക്കത്തെ യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ സർക്കുലർ റോഡിലുള്ള 79 നമ്പർ കെട്ടിടത്തിലായിരുന്നു ഉഷയും കുടുംബവും താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ തന്നെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ ഉഷാ നന്ദിനി നായികയായ ഓളവും തീരവും നിർമ്മിച്ച PA ബക്കറും താമസിച്ചിരുന്നത്. ഉഷാ നന്ദിനിയുടെ വീട്ടിലാണ് PA ബക്കർ താമസിച്ചിരുന്നത്. ഇതേക്കുറിച്ച് മറ്റൊരു പത്രപ്രവർത്തകനായ നടരാജനോട് വൈപ്പന അന്വേഷിച്ചപ്പോൾ അതിൽ യാതൊരു അരുതായ്മയും ഇല്ല എന്നായിരുന്നു ഉത്തരം. അദ്ദേഹത്തിന് കയറിക്കിടക്കാൻ ഇടം കൊടുത്തു എന്നുള്ളതിനപ്പുറം അവർ തമ്മിൽ വേറെ അരുതായികയായ ഒരു കാര്യവുമില്ലായിരുന്നു എന്ന് നടരാജൻ ബോധ്യപ്പെടുത്തി. ബക്കർ നിർമ്മിച്ച ഓളവും തീരവും വലിയ വാർത്താ പ്രാധാന്യം നേടിയെങ്കിലും കളക്ഷനിൽ പരാജയപ്പെട്ടുപോയി. സാമ്പത്തിക ഞെരുക്കത്തിലായി ബക്കറിനെ സഹായിക്കാനായി വീട്ടിൽ താമസിപ്പിച്ചു ഉഷാ നന്ദിനി. ഇന്നത്തെ ഏത് നിർമ്മാതാവിനെ, ഏത് സംവിധായകനെ, ഏത് നായികയോ നായകനോ ഇങ്ങനെ ചെയ്യും? കയറ്റി താമസിപ്പിച്ചാൽ വേറെയും യവന്മാരും കുഴപ്പം കാണിക്കും എന്നുള്ളത് വേറെ സത്യം. വിജയ സിനിമകളുടെ ആളാകാത്തതിനാൽ മലയാള സിനിമയിൽ ഉഷാ നന്ദിനിക്ക് അവസരങ്ങൾ കുറഞ്ഞു. അപ്പോൾ കർപ്പകം ഗോപാലകൃഷ്ണൻ, KR വിജയെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന കർപ്പകം ഗോപാലകൃഷ്ണൻ ഒരു ഉഷാ നന്ദിനിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. മാസം 500 രൂപ ശമ്പളം തരും, കർപ്പകത്തിൻ്റെ സിനിമകളിൽ മാത്രം അഭിനയിക്കണം. അവർ എഗ്രിമെൻ്റ് വെച്ച് ഗതികേടുണ്ടായിരിക്കാം. ആ എഗ്രിമെൻ്റ് നശിപ്പിക്കാൻ കർപ്പകത്തിൻ്റെ അനിയൻ കാശിയെ സ്വാധീനിച്ചത് നടരാജനായിരുന്നു. നടരാജൻ ഒരു പത്രപ്രവർത്തകനും നിർമ്മാതാവും ഒക്കെ ആയിരുന്നു. അങ്ങനെ നടരാജൻ കാശിയെ സോപ്പിട്ട് ആ എഗ്രിമെൻ്റ് എടുത്ത് കീറിക്കളഞ്ഞു. കാശിയെ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുന്നവർക്കറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ആത്മഹത്യ ചെയ്ത വിജയശ്രീയെ അന്ധമായി പ്രേമിച്ച കാമുകനായിരുന്നു കാശി. ആ ജലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴൊക്കെ അവരെ പുതയ്ക്കാനുള്ള തുണിയും പൗഡറും നൂലും ഒക്കെ വാങ്ങാൻ പോയത് കാശിയാണെന്ന് വിജയശ്രീയുടെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടെ ശിവാജി ഗണേശൻ, ജയശങ്കർ, രവിചന്ദ്രൻ, ഷീലയുടെ ഭർത്താവായിരുന്ന രവിചന്ദ്രൻ മുതലായവരുടെ നായികയായി തങ്കദുരൈ, രാജാപ്പാട്ട് രാജദുരൈ, ഉന്നൈപോൽ ഒരുവൻ, പൊന്നൂഞ്ഞാൽ, ഗൗരവം തുടങ്ങി നിരവധി സിനിമകളിൽ, തമിഴ് സിനിമകളിലെത്തി ഉഷാ നന്ദിനി. അക്കാലത്ത് 30,000 രൂപ പ്രതിഫലം വാങ്ങിയ നായികയായിരുന്നു ഉഷാ നന്ദിനി. ആ സമയത്ത് ഷീലയ്ക്കോ ശാരദയ്ക്കോ ഇത്രയും ശമ്പളം കിട്ടിയിരുന്നില്ല.
സുഹൃത്തായ നടരാജനാണ് വൈപ്പനയെ ഉഷാനന്ദിനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. നടരാജൻ നിർമ്മിച്ച മലയാള സിനിമ പട്ടാഭിഷേകത്തിൽ ഉഷാനന്ദിനിയായിരുന്നു നായിക. നടരാജൻ കൊടുത്ത ഉഷാനന്ദിനി പത്മാസനത്തിലിരിക്കുന്ന ഫോട്ടോ വച്ച് വൈപ്പന നാനയിൽ അവരെന്നും വെളുപ്പിന് എണീറ്റ് ഇത്തരത്തിലുള്ള യോഗാസനങ്ങൾ അല്ലെങ്കിൽ ആസനങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ചുമ്മാ വച്ച് കാച്ചി മധുവൈപ്പന. നാളുകൾക്ക് ശേഷം നടരാജൻ്റെ വീട്ടിൽ വെച്ച് ഉഷാനന്ദിനിയെ കണ്ടപ്പോൾ വൈപ്പന തിരക്കി, ഇപ്പോഴും യോഗാഭ്യാസമൊക്കെ ഉണ്ടോ? ആ ആർട്ടിക്കിൾ വായിച്ച ശേഷം ഞാൻ യോഗാഭ്യാസം ആരംഭിച്ചു. കൂടാതെ ഇപ്പോൾ ഡാൻസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു. ശബ്ദമുയർത്താതെ ചിരിച്ചുകൊണ്ടവർ അങ്ങനെ പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ കണ്ട പ്രകാശത്തിൽ നിന്ന്, സാവധാനത്തിലുള്ള നടപ്പിൽ നിന്ന്, ഹൃദ്യമായ സംഭാഷണത്തിൽ നിന്ന് ഞാൻ ഉഷാനന്ദിനിയെ തിരിച്ചറിഞ്ഞു എന്നാണ് വൈപ്പന പറയുന്നത്. സിനിമ കാണാൻ അനുവാദമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഉഷാനന്ദിനി 12ാമത്തെ വയസ്സിലാണ് ആദ്യമായൊരു സിനിമ കാണുന്നത്, ഹിന്ദിയിലെ കാബൂളിവാല. സിനിമ കാണാൻ അനുവാദം ഇല്ലാതിരുന്ന ഉഷാ ദേവി എന്ന ഉഷാനന്ദിനി മാതൃഭാഷയിൽ മാത്രമല്ല അന്യഭാഷകളിലുമുള്ള സിനിമകളിൽ നായികയായത് വൈപ്പനയെ അത്ഭുതപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. തലസ്ഥാനത്തെ ഒരേ കോളേജിലല്ല പഠിച്ചതെങ്കിലും ഉയരമുള്ള ഉഷാദേവി, പാട്ടുകാരി സുന്ദരിയായ രാജേശ്വരിയും, നല്ല സംഘാടകയായ റാണി ഫിലിപ്പും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇവർ മൂവരും കൂടി അഭിനയിക്കാൻ ചാൻസ് തേടി മെർലാൻഡ് സ്റ്റുഡിയോയിൽ പി സുബ്രഹ്മണ്യം മുതലാളിയെ പോയി കണ്ടിട്ടുണ്ട്. മൂവരിൽ സുന്ദരിയായ രാജേശ്വരിക്ക് മാത്രം ക്ഷണം കിട്ടി. പ്രശസ്ത നടനായ വൈക്കം മണിയുടെ മകളാണ് രാജേശ്വരി. ഇപ്പോൾ പറയാൻ എളുപ്പം സിനിമയിലെ കലാവല്ലഭനായ സകലകലാവല്ലഭനായ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഭാര്യ രാജിയാണ് ഈ പറഞ്ഞ രാജേശ്വരി. തിരുവനന്തപുരത്ത് ചിത്രലേഖ ഫിലിം സൊസൈറ്റി രൂപീകൃതമാവുകയും അവരാദ്യമായി ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. കാമുകി എന്ന് ആ ചിത്രത്തിന് പേരിട്ടു. ആ സിനിമയിൽ ഒരു ചാൻസ് ലഭിച്ചു ഉഷാദേവിക്ക്. ചിത്രം സംവിധാനം ചെയ്ത ആളെയും മലയാളിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരിക്കലും കാമുകിയാണ് ഞാൻ ആദ്യം ചെയ്ത സിനിമ എന്ന് പറയില്ല. സാക്ഷാൽ അടൂർ ഗോപാലകൃഷ്ണൻ. പടം പെട്ടിയിലുറങ്ങി റിലീസായില്ല. പിന്നാലെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ അസീസിൻ്റെ അവൾ, ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ സഹായിയായിരുന്നു പി എ ബക്കർ. ഉഷാദേവിയെ അവളുടെ സെറ്റിൽ വെച്ചാണ് പി എ ബക്കർ പരിചയപ്പെടുന്നത്. അങ്ങനെ ബക്കർ നിർമ്മിച്ച ഓളവും തീരവും എന്ന ചിത്രത്തിൽ നായികയായി ഉഷാദേവി ഉഷാനന്ദിനിയായി മാറി. താടിക്കാരനായ പി എ ബക്കറിൻ്റെ സുഹൃത്തുക്കളിൽ അധികവും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയവരായിരുന്നു. പിന്നെ പത്രപ്രവർത്തകർ. ഇവരുമായെല്ലാം ഉഷാനന്ദിനിയും നല്ല പരിചിതയായി. നല്ല സിനിമകളെക്കുറിച്ച് നല്ല അവബോധമുണ്ടാക്കാൻ അത് ഉഷാനന്ദിനിക്ക് ഗുണം ചെയ്തു. സഫയർ തിയേറ്റർ കോംപ്ലക്സിലെ ബ്ലൂ ഡയമണ്ട് മിനി തിയേറ്ററിൽ കണ്ടിന്യൂസ് സിനിമയുള്ള കാലം. അത് ഒരിക്കലും അടക്കില്ല സിനിമ, അല്ല തിയേറ്റർ. ഒരു പടം കഴിയുമ്പോൾ അടുത്ത പടം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ 24 മണിക്കൂറും കളിക്കുന്ന തിയേറ്ററായിരുന്നു ഈ പറഞ്ഞ ബ്ലൂ ഡയമണ്ടിലുണ്ടായിരുന്നത്. അവിടെ പി എ ബക്കറിനോടൊപ്പം കയറി തുടർച്ചയായുള്ള സിനിമകൾ കണ്ടതിനാൽ നല്ല സിനിമകളുടെ വക്താവായി മാറി ഉഷാനന്ദിനി. അല്ലെങ്കിൽ അവരെ അങ്ങനെ മാറ്റിയെടുത്തു പി എ ബക്കർ എന്ന് പറയാം. പി ജെ ആൻ്റണി സംവിധാനം ചെയ്ത് നമ്മുടെ തിലകൻ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ നിന്ന പെരിയാർ, ജെ സി സാറിൻ്റെ അശ്വതി, എ സി സാബുവിൻ്റെ എനിക്ക് നീ മാത്രം, പ്രേം നസീർ നായകനായ പാടുന്ന പുഴ, സലാം കാരശ്ശേരിയുടെ ക്രിമിനൽസ്, മകനെ നിനക്ക് വേണ്ടി, ഇങ്ങനെ കുറച്ച് സിനിമകളിൽ മലയാളത്തിൽ ഉഷാനന്ദിനി പ്രധാന വേഷങ്ങൾ ചെയ്തു. പി എ ബക്കർ ആദ്യമായി സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ നിർമ്മിക്കാനുള്ള ആദ്യ ഗഡു കാശ് നൽകിയത് ഉഷാനന്ദിനിയായിരുന്നു. ഷീല ആദ്യമായി സംവിധാനം ചെയ്ത ശിഖരങ്ങൾ യക്ഷഗാനം എന്ന പടത്തിൽ എന്താ പറയുക,
പ്രധാന വേഷങ്ങൾ 2 എണ്ണമായിരുന്നു നായികമാർ. ഒന്ന് ഷീലയും അടുത്തത് ആര് എന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ തമിഴിലെ പത്രപ്രവർത്തകനായ യക്ഷഗാനത്തിൻ്റെ നിർമ്മാതാവ് മതിയൊളി ഷൺമുഖം ഒരാളിൻ്റെ പേര് പറഞ്ഞു. അത് പറയാൻ കാര്യം, മതിയൊളി ഷൺമുഖത്തിനോട് പറഞ്ഞിട്ട് മധു വൈപ്പന ഉഷാനന്ദിനിയെക്കുറിച്ച് ഈ മതിയൊളി അടക്കമുള്ള തമിഴ് പത്രങ്ങളിലേക്ക് എഴുതിപ്പിച്ചിട്ടുണ്ട്. ആ പേര് വെച്ച്, ആ പരിചയം വെച്ച് മതിയൊളി ഷൺമുഖം ഷീലാമ്മയോട് പറഞ്ഞു, ഇങ്ങനൊരാളുണ്ട്. ഷീലയ്ക്ക് സമ്മതം, ഫിക്സ് ചെയ്തു. മധുവിൻ്റെ നായികയായി യക്ഷഗാനത്തിൽ ഉഷാനന്ദിനി. റഷ്യൻ നോവലിസ്റ്റ് തുർഗിനോസിൻ്റെ ആസ്യ എന്ന നോവൽ ഒരിക്കൽ ഇവർ അസുഖബാധിതയായി ആശുപത്രി കിടന്നപ്പോൾ വൈപ്പന കൊണ്ടുകൊടുത്തു. അത് അവർ മുഴുവൻ വായിച്ചു. അവർക്ക് ആ നോവൽ ഒരുപാട് ഇഷ്ടമായി. വായിച്ചു തീർന്ന പുസ്തകം വൈപ്പനയ്ക്ക് മടക്കി കൊടുക്കുമ്പോൾ ഉഷാനന്ദിനി അർത്ഥം വെച്ചൊരു കാര്യം പറഞ്ഞു. ആസിയയിലെ നായകനെ പോലെ ഒരാളെ തനിക്ക് ലഭിച്ചാൽ മണ്ണ് ചുവന്ന് ജീവിക്കാൻ പോലും ഞാൻ തയ്യാറാകും മധു. ഇതാണ് അവർ പറഞ്ഞ കമൻ്റ് ആ പുസ്തകം വായിച്ചിട്ട്. അക്കാലത്ത് ഉഷാനന്ദിനിക്ക് ഒരു ടയോട്ട കാർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടയോട്ട കാർ വാങ്ങി, കടും പച്ച നിറത്തിലുള്ളത്. മൗണ്ട് റോഡിൽ പാതിരാത്രിയിൽ തുറന്നു വെച്ച കാറിലിരുന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമായിരുന്നു അവർ. കൂടെ പി.എ. ബക്കറും ഉണ്ടാവും. ഇവിടെ രാത്രി ഭക്ഷണം മിക്കവാറും ഇങ്ങനെ ആയിരിക്കും, അല്ല വീട്ടിൽ നിന്നല്ല. പ്രേം നസീറിൻ്റെ നാനാ സ്പെഷ്യൽ പതിപ്പിലേക്കായി ഉഷാനന്ദിനിയുടെ ഒരു കുറിപ്പും വൈപ്പന ചോദിച്ചിരുന്നു. എഴുതിയ ലേഖനം ബക്കറിൻ്റെ കൈവശം കൊടുത്തു വിട്ടു. അതിലൊരു സ്വകാര്യ കത്തുകൂടി വച്ചിരുന്നു. ഞാനിവിടെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റാണെന്നും വൈപ്പന ഇങ്ങോട്ട് വരണമെന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. കുറച്ച് നല്ല പുസ്തകങ്ങളും വാങ്ങി വൈപ്പന ചെന്നു. ഉഷയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഏറിയാൽ ഒരു 4-5 വർഷം കൂടി അഭിനയ രംഗത്ത് നായികയായി തുടരാൻ സാധിച്ചേക്കും. അത് കഴിഞ്ഞാൽ ഉഷ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ആശുപത്രിയിൽ ചെന്ന് പുസ്തകം കൊടുത്തിട്ട് കുശലം ചോദിച്ചതാണ്. അത് കഴിഞ്ഞാൽ ഉഷ എന്ത് ചെയ്യും എന്ന് വൈപ്പന ചോദിച്ച് തീരുന്നതിന് മുമ്പ് അവരുടെ മറുപടി വന്നു, ഞാൻ ആത്മഹത്യ ചെയ്യും. ശരിക്കും വൈപ്പന അന്താളിച്ചു പോയി. കൊള്ളാമല്ല പദ്ധതി. അല്ല, ആത്മഹത്യ ചെയ്യാനേ എന്താണ് മാർഗം കണ്ടുവച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. സ്ലീപ്പിംഗ് പിൽസ് കഴിക്കും. അതിൻ്റെ പേര് പറയാമോ? ആ സ്ലീപ്പിംഗ് പിൽസ് വാങ്ങി വെച്ചിരിക്കുന്ന സ്ലീപ്പിംഗ് പിൽസിൻ്റെ പേര് പറയാമോ എന്നായി വൈപ്പന. ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിലേ ഈ ഉറക്ക ഗുളികയൊക്കെ കിട്ടൂ എന്ന് വൈപ്പന പറഞ്ഞു. അതെനിക്കറിയില്ല, അവർക്കറിയില്ല. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ അവിടെ വാങ്ങിക്കാമെന്നാണ് അവർ കരുതി വെച്ചിരുന്നത്. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നായി വൈപ്പന. തമിഴ് സിനിമകളിൽ അഭിനയിക്കുന്നതിന് കിട്ടുന്ന തുക ഉഷ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കുറച്ചുണ്ട്, അത് കളയരുത്. നാട്ടിൽ കുറേ എസ്റ്റേറ്റ് വാങ്ങിയിടണം. കബനി നദി പോലെയുള്ള സിനിമകൾക്കായി പണം കൊടുക്കരുത്. കാരണം അതിൻ്റെ നിർമ്മാതാവ് പൗത്രനാണ്. പക്ഷേ ബക്കറിനോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കൊണ്ട് അത് തുടങ്ങാനുള്ള കാശ് കൊടുത്തത് ഉഷാനന്ദിനി ആയിരുന്നല്ലോ. കബനി നദി പോലുള്ള സിനിമകൾക്കായി പണം കൊടുക്കരുത്. കൊടുത്ത പണം മടങ്ങി വരില്ല ഉഷ. അവരത് ശരിയാണ് എന്ന് സമ്മതിച്ചു. സേതുമാധവൻ സംവിധാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുജൻ KSR മൂർത്തി നിർമ്മാണം നടത്തുന്ന MGR നായകനായി അഭിനയിക്കുന്ന നാളെ നമതേ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നായികയായി ഉഷാനന്ദിനിയെ തിരഞ്ഞെടുത്തു. ഇക്കാര്യം അവർ പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും ആ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് വൈപ്പന ഉപദേശിച്ചു. കാരണം ദക്ഷിണേന്ത്യയിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറാണല്ലോ MGR. യാദോഗി ഭാരത് എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കാണ് നാളെ നമതേ. ഉഷാനന്ദിനിയുമായി ഒരു ദിവസം അവരുടെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഫോൺ വന്നു. ഉഷാനന്ദിനി പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കൽ നിന്നുള്ള വർത്തമാനത്തിൽ ദേഷ്യം വന്ന ഉഷാനന്ദിനിയുടെ ശബ്ദം, പൊതുവെ ശാന്തപ്രകൃതമായി സംസാരിക്കുന്ന ഉഷാനന്ദിനിയുടെ ശബ്ദം ഉയർന്നു. അവർ മറുവശത്തുള്ള ആളോട് പൊട്ടിത്തെറിക്കുകയാണ്. ഇത്രയും തൻ്റെ ഇടം
ഇവർക്കുണ്ടെന്ന് വൈപ്പന ആദ്യമായി അറിയുകയാണ്. ഫോൺ വച്ചിട്ട് അതേ ടോണിൽ വൈപ്പനയോട് അവർ കയർത്തു. കിട്ടുന്ന പടത്തെല്ലാം അഭിനയിക്കണമെന്ന് നിങ്ങൾ പറയും. ഇവരുടെയൊക്കെ പടങ്ങളിൽ ഞാൻ എങ്ങനെ അഭിനയിക്കും? വൈപ്പന അന്താളിച്ചു പോയി. എന്തു പറ്റി? ആരാ വിളിച്ചത്? മൂർത്തി, സേതുമാധവൻ സാറിൻ്റെ അനിയൻ KSR മൂർത്തിയാണ് വിളിച്ചത്. അയാൾ ചോദിക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന്. ഉഷ എന്തു പറഞ്ഞു? വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നാൽ എന്ത് തരും എന്നാണ് അയാൾ ചോദിച്ചത്. ഊണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ് അതെൻ്റെ വീട്ടിലും ഉണ്ട്, അതിന് അത്രയും ദൂരം വരേണ്ട കാര്യമുണ്ടോ എന്നായി മൂർത്തി. വേറെ ഒന്നുമില്ല, ഇങ്ങോട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ വച്ചു. ഉഷ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയണമായിരുന്നു. അയാൾ വലിയ കാര്യത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് കയറി വരുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടാൽ അയാൾക്ക് ബോധക്കേടും മൂത്രശങ്കയും ഉറപ്പായിട്ടും വരുമായിരുന്നു. ഉഷ എന്ത് പണിയാണ് കാണിച്ചത് എന്നായി വൈപ്പന. അങ്ങനെ നാളെ നമതേ എന്ന MGR ചിത്രത്തിൽ നിന്നും ഉഷ നന്ദിനിയെ മാറ്റി പകരം പിന്നീട് MGR ലത എന്നറിയപ്പെട്ട ലത നായികയായി. ഒരു കഥ കൂടി പറയാം. ഒരു രാത്രിയിൽ മൗണ്ട് റോഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ വൈപ്പന നിൽക്കുമ്പോൾ അതുവഴി വന്ന ഒരു കറുത്ത അംബാസഡർ കാറിൻ്റെ മുൻ സീറ്റിൽ ഉഷ നന്ദിനി ഇരിക്കുന്നു. കാർ ഡ്രൈവ് ചെയ്യുന്നത് കോട്ടും ടൈയും ധരിച്ച ഒരു എണ്ണക്കർമ്പനാണ്, ഒരു അണ്ണാച്ചി എന്ന് തോന്നുന്ന ഒരു എണ്ണക്കർമ്പനാണ് കോട്ടും ടൈയും ഒക്കെ കെട്ടിയിരുന്ന് കാർ ഓടിക്കുന്നത്. ഉഷ നേഴ്സിംഗ് ഹോമിൽ രോഗബാധിതയായി കിടക്കുമ്പോൾ ഈ പറയുന്ന ടൈയും കോട്ടുമൊക്കെ കെട്ടിയ മഹാൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വൈപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓർത്തു. രണ്ടുപേരും വൈപ്പനയെ കണ്ടു. ഉഷയ്ക്ക് മനസ്സിലായി ആ നിൽക്കുന്നത് മധുവൈപ്പനയാണെന്ന്. അപ്പോൾ ഉഷ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ആ എണ്ണക്കറമ്പൻ ചോദിച്ചു അതാര് എന്ന് ചോദിച്ചു. അതിനിടയ്ക്ക് വൈപ്പന അതിനിടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞുളഞ്ഞു. അതാര് എന്ന് എണ്ണക്കറമ്പൻ തിരക്കി. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ എന്നായിരുന്നു അവരുടെ മറുപടി. എന്നിട്ടെന്താ അവിടെ നിൽക്കാതെ പോയത്? അദ്ദേഹം കാർ നിർത്തി ഇറങ്ങി. വൈപ്പനെ പക്ഷേ കണ്ടെത്താനായില്ല. ഇത് പിന്നീട് ഉഷാ നന്ദിനി തന്നെ വൈപ്പനോട് പറഞ്ഞതാണ്. ഞാന ഇറങ്ങി 2-ാം വർഷത്തിൽ വാർഷിക പതിപ്പിനായി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ഇനി സ്ലീപ്പിംഗ് പിൽസിൻ്റെ ആവശ്യമില്ലല്ലോ, ഇനി അത് അന്വേഷിക്കണ്ടല്ലോ എന്ന് അർത്ഥം വെച്ച് വൈപ്പന പറഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു മധു. എനിക്ക് ഇനിയും ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്, പലതും. അത് പക്ഷെ ബാക്കിയൊന്ന് പറഞ്ഞില്ല. 2 വർഷത്തെ ജോലിക്ക് ശേഷം വൈപ്പന പത്രപ്രവർത്തനം മതിയാക്കി കൽക്കട്ടയിലേക്ക് പോവുകയാണ്. കാരണം കുടുംബപരമായി അവിടെയുള്ളൊരു കമ്പനിയിൽ ചുമതല ഏറ്റെടുക്കണം കൽക്കട്ടയിൽ. അതിന് പോവാണ്. മദ്രാസ് വിടുകയാണ്. പകരം മധുവൈപ്പനയ്ക്ക് പകരം വന്നതാണ് ബാലചന്ദ്രമേനോൻ. യാത്ര ചോദിക്കാനായി ചെന്നു വൈപ്പന ഉഷാ നന്ദിനിയുടെ വീട്ടിൽ. ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ആരോടാണ് പറയുക മധു എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ പോയാൽ എൻ്റെ സ്ഥാനത്ത് എന്നേക്കാൾ മിടുക്കന്മാർ വരും. ഉഷ എന്തായാലും ഇനി സ്ലീപ്പിംഗ് പിൽസ് അന്വേഷിക്കരുത്. യാത്ര പറഞ്ഞിറങ്ങി ഗേറ്റിലെത്തിയിട്ട് മധുവൈപ്പന തിരിഞ്ഞു നോക്കുമ്പോൾ 2 കണ്ണുകളും പൊത്തി ഉഷാ നന്ദിനി കരയുകയായിരുന്നു. 6 മാസം കഴിഞ്ഞ് മദ്രാസ് ലേഖനായിരുന്നല്ലോ, അവിടുന്ന് കൽക്കട്ടയ്ക്ക് പോയി 6 മാസം കഴിഞ്ഞ് നാനയുടെ എഡിറ്ററായി സ്ഥാനം സ്വീകരിക്കാൻ കൽക്കട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന വഴി വൈപ്പന മദ്രാസിലിറങ്ങി. നേരം വെളുക്കുന്നതേ ഉള്ളൂ. വൈപ്പന ഉഷയുടെ വീട്ടിലെത്തി. വളരെ സന്തോഷത്തോടെയാണ് അവർ വൈപ്പനയെ സ്വീകരിച്ചിരുത്തിയത്. എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പോയി. കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് അവർ വന്നു. അവരെന്തോ മറച്ചു വയ്ക്കുന്നതായി വൈപ്പനയ്ക്ക് തോന്നി. എന്തൊക്കെയോ മാറ്റങ്ങൾ ആ വീട്ടിൽ വന്നിരിക്കുന്നു. അവരുടെ അമ്മയും സഹോദരങ്ങളും PA ബക്കറും ഒന്നും ആ വീട്ടിലില്ല എന്ന് മനസ്സിലായി. വൈപ്പനയ്ക്കൊരു സംശയം. ഇവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ മുകളിൽ ആരോ
വന്നു പോയോ എന്നൊരു തോന്നൽ. അത് തോന്നൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ കാറിൽ വെച്ച് കണ്ട ആ എണ്ണക്കറമ്പൻ മാരിയപ്പൻ, ഗ്രാനൈറ്റ് എക്സ്പോർട്ടറാണ് മാരിയപ്പൻ. അദ്ദേഹം എണ്ണക്കറുപ്പനായ മാരിയപ്പൻ്റെ ഭാര്യയായി മാറിയിരിക്കുകയാണ് അപ്പോഴേക്കും ഉഷ നന്ദിനി. ഇപ്പോഴവർ ഉഷ മാരിയപ്പൻ എന്നാണ് അറിയുന്നത്. രണ്ടുപേരും മദ്രാസിലുണ്ട്. എൻ്റെ കൈവശം അടൂർ ഗോപാലകൃഷ്ണന് കൊടുക്കാനായി ഗന്ധർവ ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ വരച്ച് കുറിച്ച് മൊത്തം ചളവളമാക്കി ഒരു പുസ്തകം തന്ന കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതിൽ ഉഷാനന്ദിനിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ചാപ്റ്ററിൻ്റെ മോളിൽ ഉഷാനന്ദിനിയുടെ വീട് അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളൊരു ആർട്ടിക്കിൾ ചെയ്യുമ്പോൾ ഇത്രയും പ്രായമായ അഭിനേത്രിയാണെങ്കിലും അവർ മദ്രാസിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരോടൊന്ന് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. ഞാൻ വിളിച്ചു ആ നമ്പറിൽ. 2 തവണ വിളിച്ചിട്ടും മറുപടിയില്ല, ഫോൺ എടുക്കുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു ആ നമ്പറിൽ നിന്ന്. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഉങ്ങളാര് കേട്ടു. എങ്കേരുന്ന് കൂപ്പിടറേ. ഞാൻ ആധികാരികമായി വിളിച്ചു, ചേച്ചി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല, കാരണം മലയാളികൾ ആരും അവരെ വിളിക്കാറില്ലല്ലോ, കാരണം നമ്പർ അറിയില്ലല്ലോ ആർക്കും. നിങ്ങൾ ആര് എങ്കേരുന്ന് കൂപ്പിടറേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്വന്തം സഹോദരിയെ വിളിക്കുന്ന ആധികാരികതയോടെ ഞാൻ വിളിച്ചു, ചേച്ചി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്, എൻ്റെ പേര് ദിനേശ്. ഉങ്ങൾ ആര് എന്ന് ചോദിച്ച അതേ നാവ് കൊണ്ട് എന്താ എന്ന് ചോദിച്ചു. എൻ്റെ പത്രപ്രവർത്തന രംഗത്തെ ശരിക്കും ഗുരുനാഥനാണ് മധുവയ്പ്പന. ശരി, അദ്ദേഹം പലതവണ ചേച്ചിയെപ്പറ്റി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഓ, സംസാരിച്ചോ എന്നുള്ള അർത്ഥത്തിൽ. നടിമാരോട് അധികം മമതയില്ലാത്ത മധുസാർ ചേച്ചിയെപ്പറ്റി വളരെ മതിപ്പോടെ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. ആണോ? എന്താ വിളിച്ചത്? ചേച്ചി തിരക്കിലാണെങ്കിൽ ഒരു സമയം പറഞ്ഞാൽ മതി, ഞാനപ്പോൾ വീണ്ടും വിളിക്കാം. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളിലാണ്, പ്രായത്തിൻ്റെ അസുഖങ്ങൾ എന്ന് പറയാം. മുഴുവൻ സമയവും അദ്ദേഹത്തെ പരിചരിച്ച് ജീവിക്കുകയാണ് ഞാനിപ്പോൾ. വേറൊരു തിരക്കുമില്ല. പറഞ്ഞോളൂ. ഞാനൊരു സംവിധായകനും പത്രപ്രവർത്തകനുമാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനായി അല്പം സംസാരിക്കണം. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ യൂട്യൂബൊന്നും കാണുന്ന ആളല്ല. ഒരാളെയും കാണുകയോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയോ ചെയ്യാറില്ല. സിനിമയിലുണ്ടായിരുന്നു, വിവാഹത്തോടെ അതെല്ലാം അവസാനിപ്പിച്ചു. കുട്ടികൾ, കുടുംബം ഒക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ലോകം. ഞാൻ അതിലൊതുങ്ങി. എത്ര കുട്ടികളാ? 3 പേർ. ഞാൻ മണ്ടത്തരാണ് ആദ്യം ചോദിച്ചത്. ഞാൻ ചോദിച്ചു, ചേച്ചി കുട്ടികളില്ലല്ലേ എന്ന് ചോദിച്ചു. അയ്യോ കുട്ടികളുണ്ട്, 3 പേർ. അവരിപ്പോൾ കുട്ടികളല്ല, 3 പേരും 3 സെറ്റിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ വീട്ടിൽ ഞാനും ഭർത്താവും മാത്രം. മക്കളെവിടെയാ? ഒരാൾ ജപ്പാനിൽ, ഒരാൾ ജർമ്മനിയിൽ, ഒരാൾ ഹൈദരാബാദിൽ. 3 പേരും പെൺകുട്ടികളാണ്. ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് കുട്ടികളെക്കുറിച്ച് പത്രങ്ങളിൽ എഴുതുന്നതിലൊന്നും താല്പര്യമില്ല. ഞാൻ നിങ്ങളെ നേരി കണ്ടിട്ടുണ്ടോ എന്നായി ചേച്ചി. എന്നെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കണേ. കണ്ടിട്ടില്ല. ചേച്ചി സിനിമയൊക്കെ മതിയാക്കിയ ശേഷമല്ലേ സിനിമയിലേക്ക് എൻ്റെയൊക്കെ വരവ്. കറക്റ്റ്. മധുവയ്പ്പനയുമായി താങ്കൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിനാൽ, അദ്ദേഹവുമായി നല്ല ബന്ധം എനിക്ക് ഉണ്ടായിരുന്നതിനാൽ ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഫോൺ കട്ട് ചെയ്യും. ഞാനൊരു സിമ്പിൾ ലൈഫിൽ ജീവിക്കുന്ന ആളാണ്. സിനിമയിലുള്ള ഒരു സൗകര്യവും എനിക്കില്ല താൻ. തിരുവനന്തപുരത്ത് മണക്കാട് എവിടെയാണ് ചേച്ചിയുടെ വീട്? മണക്കാടല്ല, കമലേശ്വരം. ഞാൻ പറഞ്ഞു
മണക്കാട് നിന്ന് അല്പം ദൂരമുള്ള കമലേശ്വരം, അതെ കുറച്ച് അപ്പുറത്ത്. മണക്കാട് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കമലേശ്വരത്ത് ഇപ്പോൾ ചേച്ചിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഒഴികെ എല്ലാ ബന്ധക്കാരും കമലേശ്വരത്തുണ്ട്. എൻ്റെ വല്യമ്മയുടെ മക്കളുണ്ട്, ചെറിയമ്മയുടെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. എനിക്കൊരു അനുജത്തിയുണ്ട്. എൻ്റെ അച്ഛനമ്മമാർക്ക് ഞങ്ങൾ 2 പെൺമക്കൾ മാത്രമായിരുന്നു. അനുജത്തി താമസിക്കുന്നു. കമലേശ്വരത്ത് വീടുമുണ്ട്. തിരുമലയിലൊക്കെ എനിക്ക് നല്ല ഫ്രണ്ട്സുണ്ട്. ഞാൻ തിരുമലയ്ക്ക് അടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറയാം, തിരുമലയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. ഇന്നലെ ഇവിടെ ആറ്റുകാൽ പൊങ്കലായിരുന്നു. ചേച്ചിക്ക് വരണമെന്ന് തോന്നിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഒരുപാട് ആഗ്രഹമുണ്ട്. ഭർത്താവിനെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാനാവില്ല. എനിക്കും പ്രായം ഏറുകയല്ലേ, ഒറ്റയ്ക്കുള്ള യാത്രയൊന്നും ചെയ്യാറില്ല ഇപ്പോൾ. ചേച്ചിക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടോ? എനിക്ക് വാട്സാപ്പുണ്ട്. എന്തിനാ? അല്ല, പ്രസൻറ്റ് ടൈമിലെ 2-3 ഫോട്ടോകൾ തപ്പാനാ. സോറി. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഞാൻ താങ്കളുടെ എന്താ പേര് പറഞ്ഞ്? ഞാൻ പറഞ്ഞു ദിനേശ്. ദിനേശിൻ്റെ നമ്പർ ഞാൻ ഫീഡ് ചെയ്ത് വയ്ക്കാം. ദിനേശ് ഒരു ഹായ് അയക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അയക്കാം ഹായ്. എപ്പോഴെങ്കിലും ഒരു സമയം വരുമ്പോഴേക്ക്, എനിക്ക് അങ്ങനെ തോന്നുമ്പോഴേക്ക് ഞാൻ ദിനേശിന് ഇപ്പോഴത്തെ എൻ്റെ ഫോട്ടോകൾ അയച്ചു തരാം. തൽക്കാലം വേണ്ട ദിനേശ്. ഞാൻ പറഞ്ഞു ഓക്കെ. മദ്രാസിൽ ആരോടും ഒരു ബന്ധവും വയ്ക്കാതെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, അങ്ങനെ അങ്ങ് പോവുകയാണ് ജീവിതം. ചേച്ചി ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന സിനിമ ഏതാ? നഗരമേ നന്ദി. അവസാനം ചെയ്തതോ? അതൊരു തമിഴ് പടം, എന്നെ ഇപ്പോൾ ഒരുവൾ. ശിവാജി ഗണേശൻ ഡബിൾ റോൾ അഭിനയിച്ച, ഞാനും ശാരദയും നായികമാരായ ചിത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശാരദാമ്മ അവസാനമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ശിവകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ടിൽ ഞാനായിരുന്നു അസോസിയേറ്റ്. ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ JC ഡാനിയൽ അവാർഡ് ശാരദമ്മയ്ക്കായിരുന്നു. വീൽ ചെയറിലാണെങ്കിലും വന്നു വാങ്ങി പുരസ്കാരം. വളരെ അതിശയത്തോടെ. ആണോ? ഞങ്ങളുടെ കാലത്തെ മിക്കവാറും നടീനടന്മാർ രോഗികളായി ദിനേശ്. പ്രായമായില്ലേ ഞങ്ങൾക്കൊക്കെ. ഒരുപാട് സന്തോഷം ചേച്ചി, ഇത്രയും സംസാരിക്കാനായല്ലോ. ഞാൻ നമ്പർ ഫീഡ് ചെയ്ത് വയ്ക്കാം ദിനേശ്, ഹായ് അയക്കാം. സന്തോഷം, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഫോൺ വെച്ചു. 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ എൻ്റെ ഫോണിലെ വാട്സാപ്പിലേക്ക് ഉഷ ചേച്ചി ഹായ് അയച്ചു. ഞാൻ തിരിച്ച് നന്ദി എന്ന് പറഞ്ഞ് മറുപടി ഇട്ടവൻ വീണ്ടും നമസ്കാരം എന്ന് പറഞ്ഞിട്ടു. അവിടെ ഒരു ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയത്, അതിപ്പോഴത്തെ ആണോ എന്ന് എനിക്കറിയില്ല. ചേച്ചിയും ഒരു കൂട്ടുകാരിയായിട്ടിരിക്കുന്ന ഫോട്ടോയാണ് ആ വാട്സാപ്പിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനെന്തായാലും അവരുടെ ഈ പ്രസൻറ്റ് ടൈമിലെ ഫോട്ടോകൾ അന്വേഷിച്ചൊന്നും നടക്കുന്നില്ല. മധുസാറിൻ്റെ ആൽബത്തിലുള്ള ഫോട്ടോകളും കിട്ടാവുന്നത്ര ഉഷ ചേച്ചിയുടെ ഫോട്ടോകളും ഈ പ്രോഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ അമൃത ചാനലിൽ PN മേനോനും മധുസാറും ഒരുമായിട്ട് ഓളവും തീരത്തിൻ്റെ അതിനെപ്പറ്റി സംസാരിക്കാനായി വന്നിരുന്നു. അതിൽ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവർ എല്ലാത്തിൽ നിന്നും ഒതുങ്ങിയാണ് നിൽക്കുന്നത്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉണ്ട്, ഇല്ല, ശരി, ഓക്കെ, ഇതിങ്ങനെ പറയുള്ളൂ മറുപടി. ഇങ്ങനെ ഒരാൾ ഓളവും തീരവും എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായ ഉഷാ നന്ദിനി എന്ന ഉഷാദേവി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും എന്ന് ഇവിടെ നായികമാരെ ആദരിക്കുന്ന പരിപാടിയൊക്കെ അക്കാദമി നടത്തിയപ്പോൾ ഉഷാ നന്ദിനി ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിച്ചോ? ഉഷാ നന്ദിനി അറിയില്ല എന്നും എനിക്കറിയില്ല. അറിയില്ലായിരിക്കാം, അക്കാദമിക്കാർക്കൊന്നും അറിയാൻ, പുതിയ തലമുറയ്ക്കൊന്നും അവരെ അറിയാൻ വഴിയില്ല. എന്തായാലും മധു വൈപ്പനയുടെ പുസ്തകത്തിലൂടെ പരിചയപ്പെടുകയും അതിൽ കിട്ടിയ ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അവർ ഫോൺ എടുത്ത് കാര്യങ്ങൾ സംസാരിക്കും. വളരെ കുലീനമായി സംസാരിക്കുന്ന, പതിയെ സംസാരിക്കുന്ന ഉഷ ചേച്ചിയും ഭർത്താവും ഒരുപാട് കാലം നമ്മളോടൊപ്പം ഇവിടെ അല്ലെങ്കിൽ പോലും സിനിമാ നഗരത്തിൽ ജീവിക്കട്ടെ, നല്ല നല്ല ഓർമ്മകൾ അവർക്കുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉഷാ നന്ദിനി എന്ന നടിയെക്കുറിച്ചുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കിട്ടിയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഉറപ്പായിട്ടും എൻ്റെ മനസ്സ് പറയുന്നു, എത്ര ദിവസം കാലം കഴിഞ്ഞാലും ശരി ഉഷ ചേച്ചി എനിക്ക് ഉഷ ചേച്ചിയുടെ പ്രസൻറ്റ് ടൈമിലുള്ള ഫോട്ടോകൾ അയച്ചു തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും കുലീനത്വമുള്ള
ഈ ചായ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ഒരുമാതിരി എന്താ പറയുക, വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല, അങ്ങനെയുള്ള ടൈപ്പുകളാണല്ലോ. കള്ളങ്ങൾ പറയുക, പൊങ്ങച്ചം പറയുക, പിന്നെ എന്താ പറയുക, 10 കെട്ടുക, ഏതെല്ലാം വഴിവിട്ട രീതിയിൽ കൂടെ നടന്ന് പൈസ ഉണ്ടാക്കാം. അതൊക്കെ ഉണ്ടാക്കുന്ന ലോകത്ത് ഒരു ഉഷാ നന്ദിനി. അതാണ് മധുവൈപ്പന ഒരു നടിയെപ്പറ്റി മാത്രം മതിപ്പോടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഫോൺ ചെയ്തപ്പോൾ എനിക്കും തോന്നിയത് അതാണ്. ഉഷ ചേച്ചി ഒരുപാട് കാലം ഈ ലോകത്ത് നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉഷ ചേച്ചിയുടെ പ്രസൻറ്റ് ടൈമിലുള്ള ഫോട്ടോ എനിക്ക് അവർ അയച്ചു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.